കോഴിക്കോട് നഗരഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം വൻ സുരക്ഷാ ഭീഷണിയിലാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിന്റെ വരാന്തയിലൂടെയാണ് വിദ്യാർത്ഥികൾ ദിവസേന വഴി നടക്കുന്നത്. നിലംപതിക്കാറായ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യമുന്നയിച്ച് PTA പ്രസിഡന്റ് അടക്കം കോഴിക്കോട് കോർപ്പറേഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. നഗരഹൃദയത്തിലെ ഈ കെട്ടിടം വൻ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏത് നിമിഷവും നിലംപതിക്കാറായ അവസ്ഥയിലുമാണ്. (2016-2017) കാലഘട്ടത്തിൽ പണികഴിപ്പിച്ച സ്കൂൾ കെട്ടിടം. ഈ കെട്ടിടത്തിലാണ് ഓഫീസ് മുറിയും ലാബും ക്ലാസ് മുറികളും പ്രവർത്തിച്ചിരുന്നത്. കെട്ടിടത്തിൽ വിള്ളലും ചോർച്ചയും അനുഭവപ്പെട്ടതോടെ ക്ലാസ് മുറിയടക്കം കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു. അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം കുട്ടികളുടെ ജീവന് ഭീഷണിയാണെന്നും പൊളിച്ചു മാറ്റണമെന്നും ചൂണ്ടിക്കാട്ടി അധ്യാപകരും രക്ഷിതാക്കളും കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിംഗ് ആയതുകൊണ്ട് ഞങ്ങളിത് പൊളിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും പൊളിച്ച് മാറ്റുന്നത് വേറെ ഒരു നിവൃത്തി അവിടെ ഇല്ല. ഇലക്ട്രിക് കംപ്ലീറ്റ് ഇതായിട്ട് ഷോക്ക് അടിക്കും, ഒരു സ്വിച്ച് ഇടുമ്പോൾ ഷോക്ക് അടിക്കും. പിന്നെ കമ്പനി ലീക്കായിട്ട് കംപ്ലീറ്റ് വെള്ളമാണ്. ഇലക്ട്രിക്കൽ KCB പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. ഇത് എങ്ങനെ ഇതൊന്ന് മറ്റേ എന്താ ചെയ്യാൻ നോക്കി. ഓല് പറഞ്ഞത് ഉപയോഗിക്കാൻ തീരെ പറ്റില്ല, ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നായിട്ട് കത്തിപ്പോവും, അതിനുകൊണ്ട് പിന്നെ നിങ്ങൾ ഉപയോഗിക്കിയത് ഓല് കട്ടാക്കി. ഞങ്ങൾ പിന്നെ ആ സ്വന്തം റിസ്കിൽ ഒക്കെ റെഡി ആക്കിയിട്ട് ഇവിടുന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്തതാണ്. ഡെയിലി ടീച്ചേഴ്സും ഞങ്ങൾ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികൾ പറഞ്ഞാൽ കുട്ടികൾ +2 കുട്ടികൾ അങ്ങനത്തെ ഒരു ഇതാണല്ലോ കുട്ടികളെ സ്ഥിതി. നമ്മൾ പറഞ്ഞാൽ കേൾക്കാനുള്ളൊരു പരിധി ഉണ്ട്. നമ്മളിപ്പോൾ എന്നും എപ്പോഴും നോക്കിക്കാനും കഴിയുമല്ലോ. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് കുട്ടികളോട് പോരുത്, പോയാൽ കഴിഞ്ഞാൽ അപകടമാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ ഈ കെട്ടിടത്തിന് മുന്നിലൂടെയാണ് വിദ്യാർത്ഥികൾ നിരന്തരം നടന്നു പോകുന്നത്. കെട്ടിടത്തിലെ കോൺക്രീറ്റ് പാളികളടക്കം അടർന്നു വീഴാറായ നിലയിലാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കെട്ടിടം എത്രത്തോളം അപകടാവസ്ഥയിലാണ് എന്നത്. വിദ്യാർത്ഥികൾ വഴി നടക്കുന്നതും ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നതും ഈ അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടത്തിന് പരിസരത്താണ്. ഏതെങ്കിലും തരത്തിൽ കെട്ടിടം വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ കെട്ടിടത്തിന് പരിസരത്തുള്ള മറ്റ് കെട്ടിടങ്ങൾക്ക് കൂടി വലിയ അപകടമാണ് ഉണ്ടാവുക. 1500-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ അപകട കെണിയാണ് ഈ കെട്ടിടം. കുട്ടികളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന അപകടാവസ്ഥയിലുള്ള ഫിറ്റ്നസ് ഇല്ലാത്ത ഈ കെട്ടിടം ഉടൻ പൊളിച്ചു മാറ്റണം. ആ ഒരാവശ്യം അധികൃതർ എത്രയും വേഗം ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും വേണം. മറ്റൊരു ജീവൻ പൊലിയുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത്. ക്യാമറമാൻ പ്രശോഭിനൊപ്പം അനഘ ഹർഷൻ, ജനം.